ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സബർമതി എക്സ്പ്രസ് എന്ന സിനിമയിൽ വിക്രാന്ത് മാസി ഗോദ്ര ട്രെയിൻ തീയിടലിന് പിന്നാലെ അതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. 2022 ഗോദ്ര കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു ജേർണലിസ്റ്റിന്റെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലത്രേ. അത് വീണ്ടെടുക്കുകയാണ് മറ്റു ചില മാധ്യമ പ്രവർത്തകർ. ഹിന്ദു കർസേവ പ്രവർത്തകരുമായി ഗുജറാത്തിലേക്ക് വരുന്ന സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിൻ കത്തിക്കുകയാണ് ചെയ്തത്. ആക്രമണത്തിൽ കത്തിയെരിഞ്ഞ ബോഗിക്കുള്ളിൽപ്പെട്ട 57 കർസേവകരാണ് കത്തിമരിച്ചത്. എന്നാൽ ഗോദ്ര കലാപത്തിൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്നത് പ്രചാരണമായി. ഗോദ്ര കലാപത്തിന്റെ പേരിൽ ഹിന്ദു സമുദായത്തെ വില്ലന്മാരായി കാണിക്കുന്ന നിരവധി കള്ളക്കഥകളാണ് വിദേശത്തു നിന്നും ഫണ്ട് കൈപ്പറ്റുന്ന NGO സംഘടനകൾ പ്രചരിപ്പിച്ചത്. അതിന് മുൻപന്തിയിൽ നിന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു തീസ്ത സെത്തൽവാദ്. പലതവണ കോടതിയിൽ തോറ്റിട്ടും പിന്നീടും അവർ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും എതിരെ കേസുകളായി മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ ഗോദ്ര കലാപത്തിന് മുന്നോടിയായി സബർമതി എക്സ്പ്രസിന് തീയിട്ട സംഭവത്തെക്കുറിച്ച് എഴുത്തുകാരിയായ അരുന്ധതി റോയിയുടെ ഒരു വീഡിയോ പ്രചരിക്കുകയാണ്. സബർമതി എക്സ്പ്രസിന് തീയിട്ടത് ആരാണ് എന്ന് അറിയില്ല എന്ന കള്ളമാണ് അരുന്ധതി റോയി ഈ വീഡിയോയിൽ പറയുന്നത്. അരുന്ധതി റോയിയുടെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. സബർമതി എക്സ്പ്രസിനകത്ത് യാത്ര ചെയ്യുന്ന കർസേവകരുടെ ബോഗിയുടെ വാതിലുകൾ എല്ലാം പുറത്തുനിന്നും കൊട്ടിയടച്ച ശേഷമാണ് അക്രമികൾ ഈ ബോഗി കത്തിച്ചത്. 57 കർസേവകരാണ് വെന്തു മരിച്ചത്. അക്രമികൾ കൃത്യമായി ലക്ഷ്യം വെച്ചത് അയോധ്യയിൽ നിന്നും വരുന്ന കർസേവകരെ തന്നെയാണ്. ഗോദ്ര കലാപത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ച RK രാഘവൻ ഗോദ്രയുടെ പേരിൽ വിദേശ ഫണ്ട് വാങ്ങുന്ന NGO സംഘടനകൾ പല കള്ളക്കഥകളും പ്രചരിപ്പിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് RK രാഘവൻ. ഇവർ സുപ്രീം കോടതിയുടെ മുമ്പാകെ വെച്ച അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. അതിൽ കൗസർ ബാനു എന്ന മുസ്ലിം യുവതിയുടെ കഥ ഉൾപ്പെടെ നിരവധി കള്ളക്കഥകൾ NGOകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതെല്ലാം വെറും കള്ളക്കഥകളാണ് എന്ന് RK രാഘവൻ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതാണ് ആ കള്ളക്കഥ. കൗസർ ബാനു എന്ന ഗർഭിണിയായ മുസ്ലിം യുവതിയെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് വയറ്റിൽ കുത്തുക വഴി ഗർഭസ്ഥ ശിശു പല കഷ്ണങ്ങളായി മുറിഞ്ഞുവെന്നും കൗസർ ബാനുവിനെ ഹിന്ദു അക്രമികൾ ബലാത്കാരം ചെയ്തെന്നുമൊക്കെയുള്ള 100 കണക്കിന് കള്ളക്കഥകളാണ് ഗോദ്ര കലാപത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. നരോദ പടിയ എന്ന കിണറ്റിൽ ഹിന്ദു അക്രമികൾ കലാപത്തിൽ മരിച്ചവരുടെ ജഡങ്ങൾ എടുത്തു എന്നാണ് മറ്റൊരു കള്ളക്കഥ. ഗുജറാത്ത് സന്ദർശിച്ച ബ്രിട്ടീഷുകാരുടെ കൊലപാതകത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം BJP ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗമായ പോലീസ് അട്ടിമറിച്ചു എന്നതാണ് വേറൊരു കള്ളക്കഥ. ഇതെല്ലാം NGOകൾ പ്രചരിപ്പിച്ച കള്ളക്കഥകളാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്നതായി RK രാഘവൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗോദ്ര കലാപത്തെക്കുറിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2002 ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ഗുജറാത്ത് കലാപം അഥവാ ഗുജറാത്ത് മുസ്ലിം വംശഹത്യ എന്നാണ് ഇവർ ഓമന പേരിൽ പറയുന്നത്. ഗുജറാത്ത് മുസ്ലിം വംശഹത്യ. ആദ്യം ഇവർ അങ്ങോട്ട് പോയി ചൊറിയും, തിരിച്ചു കിട്ടുമ്പോൾ മാന്തി പൊളിക്കും, അത്ര തോന്നി. അപ്പോൾ നെഞ്ചിലടിച്ചു നിലവിളിക്കും. അഹമ്മദാബാദിൽ ആരംഭിച്ച ഒരു കലാപം സംസ്ഥാനത്തുടനീളം ആളിപ്പടർന്നു. ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കർസേവകർ ഉൾപ്പെടെയുള്ള 58 പേർ കൊല്ലപ്പെട്ടു. ഗോദ്ര തീവണ്ടി കത്തിക്കൽ കേസിനെ തുടർന്നാണ് കലാപങ്ങളുടെ ആരംഭം. എന്നാൽ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നും ഗോദ്ര സംഭവം ഒരു കാരണമാക്കിയത് മാത്രമാണെന്നും ആക്രമണങ്ങളുടെ സംഘടിത സ്വഭാവവും ആസൂത്രണവും വിശകലനം ചെയ്തുകൊണ്ട് ചിലർ പറയുന്നുണ്ട്. കലാപങ്ങളിൽ 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 223 പേരെ കാണാതാകുകയും 2500ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. എന്നാൽ ഈ കലാപത്തിൽ ഏതാണ്ട് 2000-നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അനൌദ്യോഗിക കണക്കുകൾ പറയുന്നുണ്ട്. കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്കാരവും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു. കലാപം നടക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പരോക്ഷമായി ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നു എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി. കൂടാതെ കലാപം തടയാൻ ഗുജറാത്ത് സർക്കാർ യാതൊന്നും തന്നെ ചെയ്തില്ല എന്ന ആരോപണവും പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിരാകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുജറാത്ത് കലാപത്തിലെ നിർണായകമായ തെളിവുകൾ ഒളിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നു വന്നു. 2014
പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ചിരുന്ന ഒരു ഹർജിയും കോടതി തള്ളി. ഗുജറാത്ത് കലാപം ഒരു വർഗീയ സംഘർഷമായിരുന്നെങ്കിലും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ വംശീയ വിഭാഗത്തെയോ കൊന്നൊടുക്കുകയോ ദ്രോഹിക്കുകയോ ലക്ഷ്യമാക്കി നടത്തിയ ഹിംസാത്മകമായ കലാപമായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തെ ഒരു വംശഹത്യയായിട്ട് തന്നെയാണ് കാണേണ്ടത്. 2002 ഗോദ്ര ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് സാധാരണ അധികം ആരും പറയാറില്ല. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മാത്രമേ പറയൂ. കാരണം ഇതായിരുന്നു ആദ്യത്തെ ചൊറിയൽ. അങ്ങോട്ട് പോയി ചൊറിഞ്ഞു, തിരിച്ചു കിട്ടിയ മാന്തിപ്പൊളിക്കലായിരുന്നു ഗുജറാത്ത് കലാപം. ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 8 പേർക്കാണ് സുപ്രീം കോടതി ജാമ്യം മുമ്പ് അനുവദിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു പ്രതികൾക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ശിക്ഷ അനുഭവിക്കുന്ന 4 പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ശിക്ഷയ്ക്കെതിരെ ഇവർ നൽകിയ ഹർജി 2018 മുതൽ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 മുതൽ 18 വരെയുള്ള വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ വിചാരണ കോടതി നിശ്ചയിച്ചു. 8 പേർക്ക് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ ഗുജറാത്ത് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തില്ല. എന്നാൽ 4 പേർക്ക് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ തുഷാർ മേത്ത ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. കുറ്റകൃത്യത്തിലെ ഈ 4 പേരുടെ പങ്കും കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. 2002 നടന്ന ഗോദ്ര ട്രെയിൻ കത്തിക്കൽ കേസിൽ പ്രതികളായ 31 പേരുടെ ജാമ്യ ഹർജികളാണ് കോടതിക്ക് മുമ്പിൽ എത്തിയത്. ഇതിൽ 20 പേർക്ക് ഗുജറാത്തിലെ വിചാരണ കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചു. വിചാരണ കോടതിയുടെ വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. അങ്ങനെ ഗോദ്ര ട്രെയിൻ കത്തിക്കലിന് പിന്നാലെ നടന്ന ഗുജറാത്ത് വംശഹത്യയുടെ ഭാഗമായ നരോദാഗാം കലാപത്തിലെ മുഴുവൻ പ്രതികളെയും ഇന്നലെയാണ് ഗുജറാത്തിലെ പ്രത്യേക കോടതി വെറുതെ വിട്ടത് എന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 2023 അങ്ങനെ ഒരു വാർത്ത സബ് ടൈറ്റിലോടുകൂടി നമ്മൾ വായിച്ചത്. അപ്പോഴേക്ക് ഇവിടെ നിന്ന് കുറേ ആളുകൾ അങ്ങോട്ട് കത്തിക്കയറി. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഏത് വിഷയത്തിലാണ് എതിർക്കേണ്ടതെന്ന് അറിയില്ല, ചുമ്മാ അങ്ങ് എതിർക്ക് തന്നെ. എന്തുകൊണ്ടാണ് ഗോദ്ര ഉണ്ടായത്, ഗുജറാത്ത് എന്തുകൊണ്ടാണ് ഉണ്ടായത്, ആ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പോയി ചൊറിഞ്ഞ ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് അറിയാം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസുകൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ജഡ്ജി SK ബക്ഷിയാണ് കേസ് പരിഗണിച്ചത്. നരോദാഗാം കലാപ കേസിൽ ആകെ 86 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേര് വിചാരണ കാലയളവിൽ തന്നെ മരിച്ചു. ഒരാളെ കോടതി നേരത്തെ തന്നെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട നരേന്ദ്രമോദിയെ വീണ്ടും 2023 ഒരു ഗുജറാത്ത് കലാപത്തിന്റെ ഒരു ഡോക്യുമെന്ററിയുമായി വരികയാണ് BBC. ബ്രിട്ടീഷുകാർക്ക് എപ്പോഴെങ്കിലും ഈ രാജ്യത്തിന്റെ വളർച്ച അംഗീകരിക്കാൻ പറ്റുമോ? അവരെയും ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമാണ് അവർക്ക് എതിർപ്പുണ്ടാവുക എന്നത്. ബ്രിട്ടീഷുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന BBC കൊണ്ടുവന്ന ഇന്ത്യയെയും നരേന്ദ്രമോദിയുടെയും മുഖം വികൃതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഡോക്യുമെന്ററി നെഞ്ചിലേറ്റിയ ഗണ്ഡിമാരെ എന്ത് പറയാനാണ് പിന്നെ. നന്ദി.